വണക്കം, നമസ്കാരം, സസ്രീകൾ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ എസ് ജാനകി. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഷോർട്ട് സ്റ്റോറിയുമാണ്. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന് പറഞ്ഞതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് എസ് ജാനകി അമ്മ. നമ്മുടെ എല്ലാവർക്കും ഫേമസ് ആയ തമിഴിലെ ഒരുവിധപ്പെട്ട ഇളയരാജയുടെ ഒരുവിധപ്പെട്ട എല്ലാ ഗാനങ്ങളും പാടിയേക്കണത് എസ് ജാനകി അമ്മയാണ്. മലയാളത്തിലും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരുപാട് സോങ്സ് പാടിയ വളരെ നല്ലൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ എസ് ജാനകി അമ്മ. എസ് ജാനകിയമ്മ ഒരാളെ പറ്റി പോലും ഒരു ഒരു നെഗറ്റിവിറ്റി പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു വീഡിയോ ഷോയിലോ ഒരു ടോക്ക് ഷോയിലോ ഒന്നും ഒരു തരത്തിലുള്ള എന്താ പറയാ, എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ജാനകി അമ്മ, ആ അമ്മ എന്നുള്ള പേരിന് വളരെ അർത്ഥം കൊടുക്കുന്ന രീതിയിൽ തന്നെ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ജാനകിയമ്മ. ജാനകിയമ്മ റിട്ടയർ ആയി എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ പറഞ്ഞതാണ് ഇതേ രീതിയിൽ തന്നെയാണ് സ്വരം നന്നായിരിക്കുക, പാട്ട് വെക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമുക്ക് കഴിവുള്ളപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ നല്ലൊരു സമയത്ത്, അതായത് ഇനി പാട്ട് പാടാൻ കഴിയില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തുക. ഇന്നൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ മൈക്ക് ടൈസൺ അവസാനമായിട്ട് ഫൈറ്റ് ചെയ്തതാണെന്ന് മൈക്ക് ടൈസൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇത്തിരി മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ചെയ്തതാണ്. അപ്പൊ അതേപോലെ തന്നെ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക. എസ് ജാനകിയമ്മ നമ്മുടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ.